ഹേയ് വെൽക്കം ബാക്ക്. 4 മണിക്ക് 4:30ക്കും അലാറം വെച്ചിട്ട് കിടന്ന ഞാനാണ് എണീറ്റപ്പോൾ 6 മണിയായി. ഇതുപോലൊരു അബദ്ധം നിങ്ങൾക്കും പറ്റാറുണ്ടായിരിക്കും അല്ലേ? പിന്നെ എണീറ്റിടുന്ന ഒരു ചായ പതിവായിട്ടോ അല്ലെങ്കിൽ നല്ല തലവേദനിക്കും. സയൻസും പിന്നെ വേറെ ഏതെങ്കിലും സബ്ജക്ട്സും കൂടി പഠിക്കണം എന്നാണ്. അപ്പോൾ എന്താണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ പറയാം ഈ വീഡിയോയിൽ തന്നെ. എങ്ങനെയാണ്, ഏത് സബ്ജക്റ്റാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാം. പച്ചക്കറിയൊന്നും അരിയാൻ ടൈമില്ലാത്തതുകൊണ്ട് കുറച്ച് പരിപ്പ് കറി വെക്കാമെന്ന് വെച്ച് ഉച്ചത്തേക്ക്. പരിപ്പ് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുന്ന ബോട്ടിൽ കണ്ടോ, പ്രിങ്കിൾസിൻ്റെ കണ്ടെയ്നറിലാണ്. മോൻ ഇത് കാണുമ്പോൾ പ്രിങ്കിൾസ് കഴിക്കാൻ കൊതി തോന്നും കേട്ടോ. അതുകൊണ്ട് അപ്പം പിന്നെ ബഹളമായിരിക്കും. ഞാനതുകൊണ്ട് അത് ഹൈഡ് ചെയ്ത് വെക്കാറാണ് പതിവ്. കണ്ടില്ലേ, വേറെ ബോട്ടിലിൻ്റെ ബാക്കിൽ വെച്ചേക്കും. ഇന്ന് വീക്കെൻഡ് അല്ലേ, സോ പഴയ തമ്പുരാട്ടിമാരെ പോലെ എണ്ണ തേച്ചൊരു കുളി പതിവാട്ടോ. കുളിയൊക്കെ പാസ്സാക്കിയിട്ട് കുറച്ച് നേരം പാട്ട് കേൾക്കാമെന്ന് വെച്ചു. നല്ല എന്തെങ്കിലും മ്യൂസിക് വെച്ചിട്ട് വീടടിച്ച് വരാറാണ് പതിവ്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ യുനോ കാർഡ്സ് വെച്ച് ഏത് സബ്ജക്റ്റ് പഠിക്കാമെന്ന് ചൂസ് ചെയ്യാനായിട്ട്. വൈൽഡ് കാർഡ് കിട്ടുവാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിക്കാം. യെല്ലോ ആണെങ്കിൽ ഞാൻ ജോഗ്രഫി ആയിരിക്കും പഠിക്കുന്നത്. റെഡ് ആണെങ്കിൽ മറ്റേതെങ്കിലും സബ്ജക്റ്റ് ഹിസ്റ്ററി നോക്കാമെന്ന് വിചാരിച്ചു. സോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. എനിക്ക് ജോഗ്രഫി പഠിക്കാൻ ഇന്ന് തീരെ ഇൻട്രസ്റ്റ് ഇല്ല, എന്നാലും നോക്കട്ടെ ഏത് കിട്ടുമെന്ന് വെച്ചാൽ അത്. ജോഗ്രഫി എന്നെ കിട്ടി. സോ ഞാൻ ജോഗ്രഫി എന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ബുക്ക് ഓപ്പൺ ചെയ്തപ്പോൾ മോൻ അതിലെന്തൊക്കെയോ ഉണ്ടാക്കിയൊക്കെ വെച്ചേക്കുന്നു, ജേഴ്സി പോലെയൊക്കെ പേപ്പറിൽ. പിന്നെ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞാൻ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. സ്നാക്സ് കഴിക്കാനുള്ള ക്രേവിങ്സ് തുടങ്ങി കേട്ടോ. എന്തെങ്കിലും എടുത്ത് കഴിക്കാം. ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. എല്ലാം മിക്സ് ചെയ്തിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചു. എന്നിട്ട് അതിനുശേഷം വീണ്ടും ഞാൻ അത് തന്നെ ജോഗ്രഫി തന്നെ കണ്ടിന്യൂ ചെയ്യുവാണ്. ഞാൻ പഠിച്ചതെന്ന് നിങ്ങളോട് ഞാൻ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. തൊഡാർ എന്ന വിഭാഗം ആദിവാസികൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഇതൊന്നാമത്തെ ചോദ്യം. കമൻറ്റ് സെക്ഷനിൽ റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ്, ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഓക്കെ, ഇതാണ് ഇന്നത്തെ 2 ക്വസ്റ്റ്യൻസ്. LGSന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു 21 ഡേയ്സ് ചാലഞ്ച് വീഡിയോ ആണ്. ഞാനിത് എന്നോട് തന്നെ ചലഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. നിങ്ങൾക്കൊക്കെ ഹോൾ ടിക്കറ്റ് വന്നായിരുന്നോ? എനിക്ക് ഹോൾ ടിക്കറ്റ് വന്നില്ല ഗൈസ്. അപ്പോൾ August 1 ആയിരിക്കുമല്ലോ എക്സാം വരുന്നത്. വൈകിട്ട് ഫുട്ബോൾ ആവേശമൊക്കെ കാണാനായിട്ട് ഒന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് വിശേഷം. ടാറ്റാ. അപ്പോൾ Day 2 ചലഞ്ചുമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.